ഇത്രയും നാള് ലോകത്തെ സ്നേഹിച്ച, പദവികളെ സ്നേഹിച്ച, അധികാരത്തെ സ്നേഹിച്ച സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നീട് വിളിച്ചു പറയണത് നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ ക്രിസ്തുവിനെ പ്രതി ഞാൻ കുപ്പയായി കരുതുന്നു. ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? കുടുംബത്തെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. ഒരു കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെക്കുറിച്ച് തന്നെ പറയണേ. അവിടെ മറ്റുള്ളവരെക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടാവണം, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ. ആ മനുഷ്യൻ മറിയത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ രണ്ടാമത് പരിശുദ്ധമായി സ്വീകരിച്ചത്. നേരെ മറിച്ച് ദൈവം പറഞ്ഞതുകൊണ്ട്. അതിനകത്ത് വേറൊരു അപ്പീലില്ല, വേറൊരു എക്സ്ക്യൂസ് ഇല്ല, ഒന്നും പറയാനില്ല. എന്നോട് എൻ്റെ കർത്താവ് കൽപ്പിച്ചു, ഞാൻ സ്വീകരിക്കുന്നു. അവിടെ ഒരു അമ്മയുണ്ടാവണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്, മുന്നോട്ട് നയിക്കാനായി മനസ്സുറപ്പിച്ച ഒരമ്മ. സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ദൈവഹിതത്തിന് മുൻപിൽ അടിയറ വെച്ച് ആമേൻ പറയാൻ കഴിയുന്നൊരമ്മയുള്ള വീട് തിരുക്കുടുംബമായി. തിരുക്കുടുംബത്തിലെ മൂന്നാമത്തെ ആള് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ എന്നെക്കുറിച്ച് വ്യഗ്രത അനുഭവിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ?